എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടിയും വളരെ കുറച്ച് ചേരുവകളും ചേർത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് കഴിക്കാനായിട്ട് നമുക്ക് കറി ഒന്നും തന്നെ വേണമെന്നില്ല. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് അരിപ്പൊടി ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. ആദ്യം തന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഏകദേശം 2 പേർക്ക് കഴിക്കാനായിട്ട് ഈ ഒരു അളവിൽ പൊടി എടുത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത ചൂടുവെള്ളം കുറേശ്ശെയായി ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. ആദ്യം ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് കുഴച്ച് ലൂസാക്കി എടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതിൽ നിന്നും കുറച്ചെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. മസാലയെല്ലാം ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാനായിട്ടാണ് ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാവെല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ചൂടുകട്ടിയുള്ള ഒരു പാത്രം സ്റ്റവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്ത ശേഷം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു നാടൻ രുചി കിട്ടാൻ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരമായിട്ട് ചെറിയുള്ളി ചേർത്ത് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ സവാള നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. സവാള ഒരുപാട് നേരം വഴട്ടി കളർന്നു മാറേണ്ട ആവശ്യമില്ല. സവാളയുടെ പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും. സവാള ഇപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മസാലപ്പൊടികൾ ചേർത്തിട്ട് കരിഞ്ഞു പോകാതിരിക്കാനായി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം മസാലകളുടെ എല്ലാം പച്ചമണം മാറാനായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. മസാലകളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഇതിലിപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുട്ടി പലഹാരങ്ങൾ ഇട്ട് കൊടുക്കാം. എല്ലാം വെള്ളത്തിലൊന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിലായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ച് 7-8 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 തവണ മൂടി തുറന്ന് അടി പിടിക്കാതിരിക്കാനായി ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ പലഹാരം ഒരു 1/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഇനി ഇതിൽ അധികമുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി മസാലയെല്ലാം ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തുറന്നു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം എല്ലാം വറ്റിച്ച് കൂടുതൽ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളത് കറിയൊന്നുമില്ലാതെ കഴിക്കുന്നത് കൊണ്ട് കുറച്ചൊരു ഗ്രേവിയോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഏകദേശം 2 മിനിറ്റോളം തുറന്നു വെച്ച് വേവിച്ച് ഗ്രേവിയെല്ലാം ഒന്ന് കുറുകി മസാലയെല്ലാം ഇതിലേക്കൊന്ന് പിടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ഉപയോഗിച്ചും ഇത് തയ്യാറാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.